ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേറെ ആരും ചെയ്യാത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പെറ്റാ ഫ്രൈസിനും ഇരട്ടി ഗ്രോത്ത് വേണമെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യും. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ 2 കൺട്രോളർ, 2 ട്യൂബ്, ഒരു MC-ലാണ്. അപ്പോൾ നമ്മൾ കൺട്രോളർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡിൽ ഹോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ട്യൂബ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് കൺട്രോളർ വെച്ച് കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ട്യൂബാണ് വാങ്ങിച്ചിരുന്നു പറഞ്ഞാൽ വലുതായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെച്ച് കട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് അതിൽ നിന്ന് കുറച്ച് വെളിയിൽ തള്ളിയിട്ട് കുറച്ച് ഉള്ളിലും കയറിയിട്ടാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. എന്നിട്ട് വേണം നമുക്ക് കൺട്രോളർ ഫിറ്റ് ചെയ്യാൻ. 2 സൈഡിൽ നമ്മൾ കൺട്രോളർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ട്യൂബ് കട്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണമെന്ന് തന്നെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. സോ ഞാൻ ചെയ്തിരിക്കുന്നത് 2 സൈഡിലും ഹോളിട്ട് എയർ ട്യൂബ് ഉള്ളിലേക്ക് നല്ല രീതിയിൽ കയറ്റി വെച്ച് നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്ക് ഫുള്ള് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഒരു 24 മണിക്കൂർ നമുക്ക് ഈ MC-യിൽ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 24 മണിക്കൂർ കഴിഞ്ഞ് MC-യിലൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കണക്ടർ എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. 2 സൈഡിലും ഓരോ കണക്ടർ വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. MC-യിൽ ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ച MC-യിലൊക്കെ വെറുതെ ആയിപ്പോവും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കൺട്രോളർ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ കണക്ടറൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലീക്കൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ ഒരു 24 മണിക്കൂറും കൂടിയും വെച്ച് നോക്കണം കേട്ടോ. ഇന്ന് കൃത്യമായിട്ട് വെള്ളം വന്നില്ലേ നമ്മൾ നോക്കിയിട്ട് കേട്ടോ. 2 സൈഡിൽ നമ്മളങ്ങനെ നോക്കണം, ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു കുഴപ്പവും ഇല്ലാണ്ട് ഇപ്പോൾ ഇതുവരെ നടന്നിട്ടുണ്ട്. അപ്പോൾ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും 1 ലിറ്റർ കുപ്പിയിൽ ഒരു കൺട്രോളർ കൂടിയും വെച്ച് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ആ കുപ്പി വെച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഈ വെള്ളം കുറയുന്നത് അനുസരിച്ച് റീഫിൽ ചെയ്ത് എല്ലാ ദിവസവും കൊടുത്താൽ മതി. ആ ട്രേയിലേക്ക് അതേ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കൺട്രോളർ തുറന്നു വിടുമ്പോൾ ഓരോ ഡ്രോപ്പ് വെച്ച് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അതേപോലെ. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പരിപാടി നമ്മുടെ മീനിനെ ഇടുക എന്നുള്ളതാണ്. അതുകൂടി ചെയ്തിട്ട് കാണാം ഗൈസ്. നമ്മുടെ ബെറ്റാസ് ഫ്രൈസിനെ നമ്മളിവിടെ ഇറക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. നല്ല ക്വാണ്ടിറ്റി കുറച്ചാണ് നമ്മളിതിൽ ഇറക്കിയിരിക്കുന്നത്, കാരണം ഗ്രോത്ത് കൂട്ടാൻ വേണ്ടി. പിന്നെ നമ്മൾ 2 ട്യൂബിൻ്റെ അറ്റത്തായി പഞ്ഞ് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. കുഞ്ഞുങ്ങൾ അതിലൂടെ പോകാൻ ചാൻസ് ഇല്ല, എന്നാലും നമുക്കൊരു പേടി. അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ഞ് കുത്തി 2 സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇത്രയും നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ.